ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കുവൈറ്റ് ടവർ കാണാൻ പോവുകയാണേ. അപ്പോൾ ഇതുവരെ ഞങ്ങൾ കുവൈറ്റിൽ വന്നിട്ട് ഇത്രയും നാളായിട്ട് ഞങ്ങൾ കുവൈറ്റ് ടവറിനകത്ത് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ പല വഴിക്കൊക്കെ പോകുന്ന സമയത്ത് ടവറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് കേട്ടോ, എപ്പോഴെങ്കിലും അവിടെ നിന്ന് കയറണം അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അൻറ്റേഷേട്ടൻ്റെ കൂട്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ അൻറ്റേഷേട്ടനാണെങ്കിൽ ഒത്തിരി തവണ അവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പുള്ളി അതിനകത്ത് കയറിയില്ല, ഞങ്ങൾ മാത്രമേ അതിനകത്ത് കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ടവറേ. നമ്മുടെ 500 ഫിൽസിൻ്റെ കറൻസിയിലും പിന്നെ സിവിൽ ഐ ഡിയിലും ഒക്കെ ഈ ടവറിൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റുമേ. അപ്പം ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് കുവൈറ്റ് സിറ്റിയിൽ അറബിക്കടലിൻ്റെ തീരത്താണ് കേട്ടോ. ഈ ഒരു ടവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പരമ്പരാഗത ഇസ്ലാമിക് വാസ്തുവിദ്യകളും ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈ ബിൽഡിങ് 1979 ഈ ടവർ ജനങ്ങൾക്ക് കാണാനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം 1980 ആഗാ ഖാൻ അവാർഡ് ഫോർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു അവാർഡ് ഈ ബിൽഡിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി അതിനകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണേ. അപ്പോൾ ടിക്കറ്റിൻ്റെ കൗണ്ടർ കുറച്ചും കൂടെ അകത്തോട്ട് നമ്മൾ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഈ ടവർ ഉണ്ടല്ലോ, ഒരു 3 ടവറുകളായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിൽ പ്രധാന ടവർ എന്ന് പറയുന്നത് 187 മീറ്ററാണ് കേട്ടോ. ഈ ടവറിന് 2 ഗോളങ്ങളുണ്ട്. അപ്പം താഴത്തെ ഗോളത്തിൽ വലിയൊരു ജലസംഭരണിയും ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. പിന്നെ മുകളിലെ ഗോളത്തിനാണെങ്കിൽ 120 മീറ്ററിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു പാർട്ട് എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അതായത് ഒരു 30 മിനിറ്റിൽ ഓരോ 30 മിനിറ്റിലും ഒരു തവണ വെച്ച് അത് പൂർണ്ണമായിട്ടത് കറങ്ങും കേട്ടോ. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ അവിടെ സ്കാനിങ് മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കാനിങ് മെഷീനിലൂടെ നമ്മുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. നമുക്ക് അവിടുന്ന് ലിഫ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് പേരുണ്ടായിരുന്നേ. അപ്പോൾ അവർ വേറൊരു ലിഫ്റ്റിൽ കയറി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലിഫ്റ്റിലോട്ട് നമ്മൾ കയറുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കുവൈറ്റ് സിറ്റിയുടെയും അറബിക്കടലിൻ്റെയും ഒക്കെ ഒരു 360 ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ലിഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അവിടെ ചെന്ന് അതിനകത്തുള്ള ഒരു വ്യൂ കേട്ടോ. അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും ഹൈറ്റിൽ നമ്മൾ കുവൈറ്റ് സിറ്റി ഫുള്ള് അറബിക്കടലൊക്കെ ഫുള്ള് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അതിന് താഴെയായിട്ട് കുറേ പാർക്കുകളും കുറേ നമ്മുടെ വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ തണുപ്പ് സമയത്തെല്ലാം ഓപ്പൺ ആകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞങ്ങൾ നടന്ന് അങ്ങോട്ട് ചെന്നപ്പം അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടനാണെങ്കിൽ വെള്ളം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ചെറിയൊരു ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതൊക്കെ അവിടുന്ന് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പം ആ ലിഫ്റ്റിൻ്റെ സൈഡിലായിട്ട് എങ്ങനെയാണ് അവിടുന്ന് ഇവാക്വേഷൻ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇവാക്വേഷൻ, എമർജൻസി ഇവാക്വേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ പുറകിലോട്ട് പോവുകയാണ്. അപ്പം ഈ പാർട്ടല്ല കേട്ടോ കറങ്ങുന്ന പാർട്ട്. ഇപ്പം നമ്മൾ കയറി പോകുന്നത് കറങ്ങുന്ന പാർട്ടിലോട്ടാണ്. ആ പാർട്ടാണ് കേട്ടോ 30 മിനിറ്റിൽ ഫുള്ളായിട്ട് ഒരു റൗണ്ട് കറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്റ്റെയറൊക്കെ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പിലോട്ട് ചെന്നിരിക്കുവാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാവേ. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു വട്ടം കന്ന് കാണാനുള്ള നല്ല രസമാണ് കേട്ടോ. അപ്പം ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും വന്ന് കാണുന്നത് അടിപൊളിയായിരിക്കുമേ. അപ്പം നമ്മൾ ഇങ്ങനെ ഈ കുവൈറ്റ് ടവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ ചെറിയൊരു ടവർ ഉണ്ടായിരുന്നല്ലോ. നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഏറ്റവും വലിയ ടവറിലാണ്. അപ്പം ഇതിൻ്റെ തന്നെ ഒരു ചെറിയ ടവറുണ്ട് കേട്ടോ. ആ ടവർ യൂസ് ചെയ്യുന്നത് ജലം സംഭരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെ നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ഈ താഴെ കാണുന്നത്. അപ്പം ഇവിടുന്ന് ഉള്ള വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, ഒരു 30 മിനിറ്റിൽ അതിങ്ങനെ ഫുള്ളായിട്ട് എങ്ങനെയാണ് കറങ്ങുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരിയും കേട്ടോ.
ഇത് മൂവ് ആവുന്നത്. ഇങ്ങനെയാണ് ഇത് മൂവ് ആവുന്നത്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവത്തുള്ളേ. അപ്പോൾ അത് മൂവ് ആവുന്ന സമയത്ത് ആദ്യക്കുട്ടന് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവന് പിന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നേ. അത് മൂവ് ആവുന്നത് കണ്ടപ്പോൾ അവന് ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതായിരുന്നു കേട്ടോ അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. ഒത്തിരി പൈസയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ചെറിയൊരു ജ്യൂസിനൊക്കെ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളേ. ആ സമയത്ത് കടലിലൂടെ ഒരു ബോട്ട് പോകുന്നതിൻ്റെ ചെറിയൊരു ഷോട്ട് ഞങ്ങൾ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തായിരുന്നേ. അപ്പം ഞങ്ങളിങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്ന കണ്ടപ്പം അവിടെ നിന്നൊരു ബയ്യൻ ഞങ്ങളോട് പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ മൂന്നാമത്തെ ടവറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം മൂന്നാമത്തെ ടവർ എന്ന് പറയുന്നത് ഒരു 100 മീറ്ററേ ഉള്ളൂ അതിൻ്റെ ഹൈറ്റ് കേട്ടോ. ഏറ്റവും ചെറിയ ഒരു ഭാഗമാണ് ഈ 3 ടവറിൽ ഏറ്റവും ചെറുത് ആ ടവറാണ് കേട്ടോ. അതിങ്ങനെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലങ്കാര ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രാത്രിയിൽ ഈ ബാക്കിയുള്ള 2 ടവറുകൾക്കും പിന്നെ ലൈറ്റ് കൊടുക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരിക്കുന്നത് ഈ മൂന്നാമത്തെ ഈ ചെറിയ ടവറിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ടവർ പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്വീഡിഷ് എഞ്ചിനീയറിംഗ് കമ്പനി ആയിട്ടുള്ള VBB എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നിന്ന സമയത്ത് നമ്മൾ ആൻഡ്രിയ ചേട്ടനെ ഫോൺ വിളിച്ചേ. അപ്പോൾ ആൻഡ്രിയ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി താഴെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ആൻഡ്രിയ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന വിഷ്വലാണിത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ടവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് കേട്ടോ. അപ്പോൾ കുവൈറ്റ് സിറ്റിയിൽ ആവശ്യമായിട്ടുള്ള ശുദ്ധജലം സംഭരിച്ച് അത് വിതരണം ചെയ്യുന്നതായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമേ. അതുപോലെ തന്നെ ഈ ടവറുകളിൽ നമ്മൾ ഗോളങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ഗോളങ്ങളുടെ നിറം നീല, പച്ച, ചാര നിറം ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പം ആ കളറുകൾ എങ്ങനെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ 41,000 ആണ്. 41,000 ഇനാമൽ ചെയ്ത സ്റ്റീലിൻ്റെ ഡിസ്കുകൾ കൊണ്ട് അത് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ കളറ് നമുക്കൊരു വേറിട്ട ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ കളറുകളെല്ലാം സൂചിപ്പിക്കുന്നത് ആകാശത്തിൻ്റെയും പിന്നെ കടലിൻ്റെയും നിറങ്ങളെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം കുവൈറ്റ് ടവറൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ബയ്യനെ നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബയ്യെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ ബയ്യയെ. അപ്പോൾ പുള്ളി ഞങ്ങളോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഒരു താങ്ക്സൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങുകയാണ്. അപ്പം ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ലിഫ്റ്റ് ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു വട്ടം വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കുവൈറ്റ് ടവർ. അപ്പോൾ കുവൈറ്റിൽ ഇപ്പോഴും ഉള്ള ആളുകൾ ആരെങ്കിലും കുവൈറ്റ് ടവറിൽ വന്നിട്ടില്ല, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ലിഫ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലിഫ്റ്റിൽ കയറി ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. അപ്പം ആൻഡ്രിയ ചേട്ടനാണെങ്കിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വീണ്ടും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.